ഹായ് എവ്രി വൺ. ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ PYQ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാം പേപ്പറും നിങ്ങളൊരു 10 വർഷത്തെ എക്സാം പേപ്പേഴ്സ് നോക്കിക്കോളൂ. 2-3 ക്വസ്റ്റ്യൻസ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റ്ലി ചോദിച്ചു വരുന്നുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് നോക്കൂ: ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ, മെറ്റലോ എൻസൈംസ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റം, DNA ആൻഡ് സോഡിയം പൊട്ടാഷ്യം പമ്പ്. ഈ ടോപ്പിക്കിൽ നിന്ന് റെഗുലർലി ആൻഡ് ഫ്രീക്വൻ്റ്ലി നമുക്ക് ചോദ്യങ്ങൾ വരും. ഞാൻ അറൗണ്ട് ഒരു 37 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ കാണാൻ പറ്റും. നമുക്ക് സമയം കളയാതെ ഡിസ്കഷനിലേക്ക് പോകാം. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എ ഹീം യൂണിറ്റ് കണ്ടെയ്ൻ ഹൗ മെനി പൈറോൾ റിങ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൗ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്താണ് ഹീം യൂണിറ്റ് എന്ന് ആദ്യം മനസ്സിലാവണം. നിങ്ങൾ വെറുതെ ബൈഹാർട്ട് പഠിച്ചതുകൊണ്ട് കാര്യമില്ല, കാരണം നിങ്ങൾ മറന്നുപോകും. എന്താണ് ഒരു ഹീം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, ബേസിക്കലി നമ്മളൊരു പോർഫൈറിൻ റിംഗ് ഉണ്ടാവും. പോർഫൈറിൻ റിംഗ് എന്താണ്? പോർഫൈറിൻ റിംഗ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പോർഫൈറിൻ റിംഗ് ഉണ്ടാകും. ഇതിൽ നമ്മൾ ഒരു മെറ്റൽ ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ മെറ്റലോ പോർഫൈറിൻ എന്ന് നമ്മൾ വിളിക്കും. വി വിൽ കോൾ ദിസ് ആസ് വാട്ട്? മെറ്റലോ പോർഫൈറിൻ. ഓക്കെ, മെറ്റലോ പോർഫൈറിൻ. ഈ മെറ്റലോ പോർഫൈറിനിൽ ഇവിടെയുള്ള മെറ്റൽ, ഇഫ് മെറ്റൽ പ്രസന്റ് ഇസ് Fe ആണ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ വിളിക്കും ഇതിനെ ഹീം. നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ഹീം എന്ന് വിളിക്കും. അപ്പോൾ ഹീം എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇനി പോർഫൈറിൻ നമുക്കൊന്ന് നോക്കാം. ഇതാണ് പോർഫൈറിൻ്റെ സ്ട്രക്ചർ. കണ്ടു പേടിക്കേണ്ട. ദാ ഇവിടെ ഇങ്ങനെ ഉണ്ടാകും. Fe ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, ദിസ് ഈസ് ഹീം യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ്, നമ്മുടെ ഹീം യൂണിറ്റിൽ എത്ര പൈറോൾ റിംഗ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോർഫൈറിൻ റിംഗ് പ്ലസ് മെറ്റൽ ആണ്. അപ്പോൾ മെറ്റൽ Fe ആണ്. ഇതാണ് നമ്മുടെ പോർഫൈറിൻ യൂണിറ്റ്. ഇതാ ഇവിടെ എത്ര പൈറോൾ റിംഗ്സ് ഉണ്ട്? ഇതാണ് നമ്മുടെ പൈറോൾ റിംഗ്സ്. 1, 2, 3 ആൻഡ് 4. ഇതൊരു ഹൈലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള അരോമാറ്റിക് സിസ്റ്റമാണ്. ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി. ഹീം യൂണിറ്റിൽ എത്ര പൈറോൾ റിംഗ്സ് ആണ്? 4 പൈറോൾ റിംഗ്സ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഈ പൈറോൾ റിംഗ്സ് എവിടെ നിന്നാണ് വരുന്നത്? യെസ്, പോർഫൈറിൻ റിംഗ്സിൽ നിന്ന്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് ടു. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഫ്രം ലങ്സ് ടു ടിഷ്യൂസ്. പക്ഷേ അടുത്ത ചോദ്യം, ഡിയോക്സി മയോഗ്ലോബിൻ ആൻഡ് ഓക്സി മയോഗ്ലോബിൻ റെസ്പെക്റ്റീവ്ലി ഡയാമാഗ്നറ്റിക്കോ പാരാമാഗ്നറ്റിക്കോ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മയോഗ്ലോബിനും ഡിയോക്സി മയോഗ്ലോബിനും അതേപോലെ ഡിയോക്സി മയോഗ്ലോബിൻ ആൻഡ് ഓക്സി മയോഗ്ലോബിൻ ഇവരുടെ പോയിന്റ് ഓഫ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നോക്കൂ, രണ്ടിൻ്റെ കേസിലാണെങ്കിലും ഇവർ Fe2+ കോൺഫിഗറേഷൻ തന്നെയായിരിക്കും കേട്ടോ. Fe2+ കോൺഫിഗറേഷൻ ആയിരിക്കും. ആൻഡ് Fe2+ എന്ന് പറഞ്ഞാൽ D6 സിസ്റ്റം ആയിരിക്കും. ഇവരും എന്തായിരിക്കും? D6 ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്? ദിസ് ഇസ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് പോലെ ആക്ട് ചെയ്യും ഓക്സി മയോഗ്ലോബിനിൽ. അപ്പോൾ വീക്ക് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? D6 കോൺഫിഗറേഷൻ. നിങ്ങൾ കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ T2G EG എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ യെസ് 1, 2, 3, 4, 5, 6 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കും? സ്പിൻ കപ്ലിംഗ് നടന്നുകൊണ്ട് ഇങ്ങനെയും കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, ഓക്സി മയോഗ്ലോബിൻ എന്തായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. ദാറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. ഇനി ഡിയോക്സി മയോഗ്ലോബിൻ എന്തായിരിക്കും? യെസ്, ബിക്കോസ് ഓഫ് ദിസ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇവരെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ദേ വിൽ ബി പാരാമാഗ്നറ്റിക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിയോക്സി മയോഗ്ലോബിനും ഓക്സി മയോഗ്ലോബിനും. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്സി മയോഗ്ലോബിൻ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. യെസ്. ഇനി ഡിയോക്സി മയോഗ്ലോബിൻ എന്താണ്? യെസ്, പാരാമാഗ്നറ്റിക് ആണ്. ഇനി ഇതേപോലെ തന്നെയാണ് ആരും? ഹീമോഗ്ലോബിനും. മയോഗ്ലോബിനും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അത് അതേപോലെ തന്നെ ഹീമോഗ്ലോബിനും അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഓക്സി ഹീമോഗ്ലോബിൻ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മയോഗ്ലോബിൻ്റെ കേസാണ്. പക്ഷേ സിമിലർ സെയിം ആണ് ഹീമോഗ്ലോബിൻ്റെ കേസും.
ദ അയേൺ സെൻറ്റർ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്താൽ മതി? യെസ്, ഇവിടെ ഹീമോഗ്ലോബിൻ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താണ്? യെസ്, ഓക്സി ഹീമോഗ്ലോബിൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോ സ്പിൻ Fe2+ എന്ന് നമുക്ക് പറയാൻ പറ്റും. യെസ്, ലോ സ്പിൻ Fe2+. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ടു ഡിയോക്സി ഹീമോഗ്ലോബിൻ, നമ്മൾ സ്പിൻ സ്റ്റേറ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതാ ഓക്സി ഹീമോഗ്ലോബിൻ എന്താണ്? Fe2+ ലോ സ്പിൻ ആണ് അല്ലേ? ഇതെന്തായിരിക്കും? സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ ലോ സ്പിൻ ആയിരിക്കും. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? യെസ്, ദാറ്റ് വിൽ ബി ഹൈ സ്പിൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ ലോ സ്പിന്നും വീക്ക് ഫീൽഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഹൈ സ്പിന്നും ആയിരിക്കും. അപ്പോൾ ഓക്സിയിൽ നിന്ന് ഡിയോക്സിയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? യെസ്, ലോ സ്പിന്നിൽ നിന്ന് ഹൈ സ്പിന്നിലേക്കായിരിക്കും കൺവേർട്ട് ആകുക. Fe2+ തന്നെയാവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? യെസ്, Fe2+ ഇൻ ലോ സ്പിൻ സ്റ്റേറ്റ് ചേഞ്ചസ് ടു Fe2+ ഇൻ ദി ഹൈ സ്പിൻ സ്റ്റേറ്റ്. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്സിജൻ ബൈൻഡിങ് കർവ് ഫോർ മയോഗ്ലോബിൻ is plotted between percentage saturation and partial pressure of oxygen. നിങ്ങളോട് മിക്കവാറും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ഈസിയാണ് കാര്യങ്ങൾ. ഇതാ ഈ ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. നോക്കൂ, ഇവിടെ ഞാൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കൊടുക്കുകയാണ്, ഇവിടെ പെർസെൻറ്റേജ് സാച്ചുറേഷനും കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇതാ ഇവിടെ നിന്ന് യെസ് ഇതായിരിക്കും നിങ്ങളുടെ മയോഗ്ലോബിൻ്റെ ഗ്രാഫ്. ദിസ് ഇസ് യുവർ മയോഗ്ലോബിൻസ് ഗ്രാഫ്. ഇനി ഇവിടെയാണെങ്കിൽ യെസ് ഇങ്ങനെ വരും നമ്മുടെ. യെസ്, ഇതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഗ്രാഫ്. ഓക്കെ, സോറി, ഇതെന്ത് ചെയ്യും? ഫൈനലി ഇതെന്ത് ചെയ്യും? യെസ് ഇങ്ങനെ വരും. ഓക്കെ, ആൻഡ് ഈ ഗ്രാഫിനെ നമ്മൾ വിളിക്കും ഹൈപ്പർബോളിക്. മയോഗ്ലോബിൻ്റെ കേസ് ആകുമ്പോൾ എന്തായിരിക്കും? ഹൈപ്പർബോളിക് ആയിരിക്കും. ഇനി ഹീമോഗ്ലോബിൻ്റെ കേസ് ആകുമ്പോൾ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് സിഗ്മോയിഡൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജ് സാച്ചുറേഷൻ കൂടുന്നത്. ഇതിൻ്റെ റീസൺ എന്താണ്? കോ ഓപ്പറേറ്റീവ് എഫക്റ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എന്താണ് ഇവിടെ മയോഗ്ലോബിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്, എന്തായിരിക്കും? ഹൈപ്പർബോളിക്. ഇനി ഇതേപോലെ ഹീമോഗ്ലോബിൻ്റെതാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? യെസ്, സിഗ്മോയിഡൽ ആയിരിക്കും ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. ഹീമോഗ്ലോബിൻ is an iron containing protein involved in binding and transport of oxygen in blood. The oxygen binding affinity of hemoglobin depends upon pressure and pH under psychological condition. The oxygen affinity of hemoglobin എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ പോലെ തോന്നാം, പക്ഷേ ഈസിയാണ്. ഈ ബയോ ഇനോർഗാനിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, ഹീമോഗ്ലോബിൻ്റെ ഡിപ്പെൻഡൻസി ഓൺ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് വോട്ട് pH ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹീമോഗ്ലോബിൻ്റെ ഓക്സിജനുമായിട്ടുള്ള ബൈൻഡിങ് കപ്പാസിറ്റിയാണ്. ഓക്കെ, അതായത് ഓക്സിജനുമായിട്ടുള്ള ബൈൻഡിങ് കപ്പാസിറ്റി ആരുടെ? ഹീമോഗ്ലോബിൻ്റെത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും pHുമായി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇതെന്താണ്? പെർസെൻറ്റേജ് സാച്ചുറേഷൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. നോക്കൂ, ഇവിടെ എന്താണ്? പാർഷ്യൽ പ്രഷർ കൂടുന്തോറും എന്താണ്? പെർസെൻറ്റേജ് സാച്ചുറേഷൻ കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബൈൻഡിങ് കപ്പാസിറ്റി എന്തായിരിക്കും? കൂടും എന്ന് നമുക്ക് പറയാം. ഈ ബൈൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ അഫിനിറ്റിയാണ്. ഓക്കെ, അതായത് ഇനി ഞാൻ പറയട്ടെ, ഹീമോഗ്ലോബിൻ മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മയോഗ്ലോബിനും കൂടെ ഡിസ്കസ് ചെയ്യാം. രണ്ടും സെയിം അല്ലേ? ആസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻക്രീസസ്, എന്തായിരിക്കും?
ബൈൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ അഫിനിറ്റി എന്തായിരിക്കും? യെസ്, ബൈൻഡിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ബൈൻഡിങ് കപ്പാസിറ്റി ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് മനസ്സിലായി. എത്രത്തോളം പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും അത്രത്തോളം ബൈൻഡിങ് അഫിനിറ്റി എന്തായിരിക്കും? കൂടും. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? പി എച്ചിൻ്റെ എഫക്റ്റ് ആണ് അല്ലേ. പി എച്ചിൻ്റെ എഫക്റ്റ് മയോഗ്ലോബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നോക്കൂ, മയോഗ്ലോബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മയോഗ്ലോബിൻ ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പി എച്ച്. ഓക്കെ, പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? യെസ്, ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ്. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ്. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് എ ലങ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീമോഗ്ലോബിന് ഓക്സിജൻ എടുക്കുന്നു. ഓക്കെ, ഹീമോഗ്ലോബിൻ ഓക്സിജനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് ടിഷ്യൂസിൽ ലിബറേറ്റ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ടിഷ്യൂസിൽ ഇവരെന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ ടിഷ്യൂവിൽ എത്തിയിട്ടുണ്ട്, ടിഷ്യൂസിൽ എത്തിയാൽ ഞാൻ ഓക്സിജനെ റിലീസ് ചെയ്യണം എന്നുള്ളത് ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് മനസ്സിലായത്? ബേസിക്കലി ഇവിടെ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒരു റിയാക്ഷനാണ്. അതായത് ലെറ്റ്സ് സേ ഇൻ ടിഷ്യൂസ്, ഞാൻ ഒരു പേജും കൂടെ എടുക്കാം, ഒരു സെക്കൻഡ്. ഓക്കെ, ഇൻ ടിഷ്യൂസ് നോക്കിക്കോളൂ. യെസ്, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അതുകൊണ്ടാണ് വെറുതെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടാവും. യെസ്, ടിഷ്യൂസിൽ എന്തുണ്ടാവും? ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും അല്ലേ. C6H12O6. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, ഇത് എങ്ങോട്ടേക്ക് കൺവേർട്ട് ആവും? യെസ്, H2CO3യിലേക്ക് കൺവേർട്ട് ആകും. H2CO3 ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം എന്താണ്? കാർബോണിക് എൻഹൈഡ്രേസ് ആണ്. കാർബോണിക് എൻഹൈഡ്രേസ്. ഓക്കെ, കാർബോണിക് എൻഹൈഡ്രേസിലുള്ള മെറ്റൽ ഇതും നിങ്ങൾക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. Zn2+ ആണ്. ഓക്കെ, അപ്പോൾ ഈ H2CO3 എന്ത് ചെയ്യും? യെസ്, H+ഉം അതേപോലെ HCO3- എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. വിച്ച് മീൻസ് H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടി. കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻക്രീസ് ചെയ്തു ടിഷ്യൂസിൽ. എവിടെ? ടിഷ്യൂസിൽ. H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് ചെയ്യും? യെസ്, പി എച്ച് എന്ത് ചെയ്യും? പി എച്ച് ഡിക്രീസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ബേസിക്കലി ഇത്രയുമാണ് കാര്യം. പി എച്ച് ഡിക്രീസ് ചെയ്താൽ ബൈൻഡിങ് അഫിനിറ്റി എന്താവും? ബൈൻഡിങ് അഫിനിറ്റി ഡിക്രീസ് ചെയ്യും. ബൈൻഡിങ് അഫിനിറ്റി ഡിക്രീസസ്. എന്താ പറഞ്ഞേ? ടിഷ്യൂസിൽ എത്തുമ്പോൾ ടിഷ്യൂസിൽ പി എച്ച് എന്താണ്? കുറവാണ്, അല്ലെങ്കിൽ അസിഡിക് പി എച്ച് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓക്സിജനെ ലിബറേറ്റ് ചെയ്യും. വിച്ച് മീൻസ് ആസ് പി എച്ച് ഇൻക്രീസസ്, പി എച്ച് ബൈൻഡിങ് അഫിനിറ്റിയും എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ബൈൻഡിങ് അഫിനിറ്റിയും പ്രൊപ്പോർഷണൽ ആണ്. പി എച്ച് കൂടുകയാണെങ്കിൽ ബൈൻഡിങ് അഫിനിറ്റി കൂടും, പി എച്ച് കുറയുകയാണെങ്കിൽ ബൈൻഡിങ് അഫിനിറ്റി എന്താവും? കുറയും. വിച്ച് മീൻസ് നമ്മുടെ ആൻസർ എന്ത് വരും? യെസ്, ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് പി എച്ച്. പി എച്ച് കൂടുന്തോറും നമ്മുടെ ബൈൻഡിങ് അഫിനിറ്റി കൂടും. പാർഷ്യൽ പ്രഷറിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ എന്ത് വരും? ഓപ്ഷൻ എ. നൗ 8th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് OO ബോണ്ട് ഇൻ ഓക്സിമയോഗ്ലോബിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഇവിടെ ഫ്രീ ഓക്സിജൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1560 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രീ ഓക്സിജൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി, OO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എത്രയാണ്? 1560 സെൻറ്റിമീറ്റർ ആണ്. പലപ്പോഴായി റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു മയോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് ക്ലബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിമയോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. എങ്ങനെയാണ് ആക്ച്വലി ഓക്സിജൻ ബൈൻഡ് ചെയ്തിരിക്കുന്നത്? O2- ആയിട്ടാണ്. ഈ O2- എന്ന് പറഞ്ഞാൽ എന്താണ്? O2- എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി സൂപ്പർ ഓക്സൈഡ് ഫോമിലാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? ബൈൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു കാര്യം അറിയാം, O2ൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? ബോണ്ട് ഓർഡർ 2 ആണ്. ഓക്കെ, O2- സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം ബോണ്ട് ഓർഡർ എന്താ ചെയ്യുക? 1.5, ഒരു 0.5 ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ബോണ്ട് ഓർഡർ ഓക്സിമയോഗ്ലോബിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ബോണ്ട് സ്ട്രെങ്ത്തും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യപ്പെടും. ബോണ്ട് സ്ട്രെങ്ത്തും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും.
നമുക്കൊരു റിലേഷൻ അറിയാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ 1/2π√K/μ. ഓക്കെ, വാട്ട് ഈസ് കെ? കെ ആക്ച്വലി റെപ്രസെൻറ്റ്സ് വോട്ട്? ബോണ്ട് സ്ട്രെങ്ത്. അതായത് ബിക്കോസ് ഓക്സിജൻ എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നത്? O2 മൈനസ് ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്താൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യപ്പെടും. അതായത് നിങ്ങളുടെ കറക്റ്റ് ആൻസർ എന്ത് വരും? 1100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ആലോചിച്ച് വെക്കണം. ഓക്സിമയോഗ്ലോബിനിൽ OO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 1100 ആണ്. നിങ്ങൾ IR സ്പെക്ട്രോസ്കോപ്പി ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ 1560 മാർക്ക് ചെയ്യും, പക്ഷേ അങ്ങനെയല്ല. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ വൈറ്റമിൻ B12. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. ഞാൻ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഇവരുടെ വേറൊരു പേരുണ്ട്, കൊബാലാമീൻ. എന്താണ്? കൊബാലാമീൻ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും, ദാറ്റ് ഈസ് കൊബാൾട്ട്. ഓക്കെ, പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾ. ദ ലിഗാൻഡ് സിസ്റ്റം പ്രസൻറ്റ് ഇൻ വൈറ്റമിൻ B12 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഹീമിൽ, നമ്മൾ ഹീം ഡിസ്കസ് ചെയ്തായിരുന്നു. ഹീമിൽ എന്താണുള്ളത്? പോർഫൈറിൻ റിങ്സ് ആണ് അല്ലേ? പോർഫൈറിൻ റിങ്സ് ഞാൻ കാണിച്ചു തന്നിരുന്നു. അതേപോലെ വൈറ്റമിൻ B12 നിങ്ങൾക്കുള്ളത് കോറിൻ റിംഗ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? യെസ്, ഇറ്റ് ഇസ് കോറിൻ റിംഗ്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ വെറുതെ സെലക്ട് ചെയ്തതല്ല. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോറിൻ റിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ വൈറ്റമിൻ വിച്ച് ഇസ് എ മെറ്റൽ കോംപ്ലക്സ്. വൈറ്റമിൻ B12 ആണ് ആൻസർ അഗെയിൻ. വൈറ്റമിൻ B12 is an organometallic compound. Is an naturally occurring organometallic compound. It's a naturally occurring organometallic compound, which is option B. Question number 12. A water soluble vitamin is. Vitamin ഇവിടെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തതാണ്. നോക്കൂ, ഇതിൻ്റെ ആൻസർ വൈറ്റമിൻ C ആണ്. അല്ലെങ്കിൽ ഇവരുടെ വേറൊരു പേരുണ്ട്, എന്താണ്? ascorbic acid. ascorbic acid. നോക്കൂ, ADK ഇവരൊക്കെ എന്താണ്? ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ് ആണ്. ദേ ആർ ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസ്. ഓക്കെ, ഫാറ്റ് സോലിബിൾ. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ മെറ്റൽ അയോൺ പ്രസൻറ്റ് ഇൻ ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് കാർബോണിക് എൻഹൈഡ്രേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കാർബോണിക് എൻഹൈഡ്രേസ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, കാർബോണിക് എൻഹൈഡ്രേസിനെ പറ്റി നമ്മളിവിടെ സംസാരിച്ചായിരുന്നു. യെസ്, ഇവിടെ കാർബോണിക് എൻഹൈഡ്രേസ് സിങ്ക് ആണ്. എന്താണ്? യെസ്, കാർബോണിക് ആസിഡിൻ്റെ ഫോർമേഷൻ. യെസ്, നമുക്ക് ഒന്നിങ്ങോട്ടേക്ക് വരാം. നോക്കൂ, കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ZN വാട്ടർ ഉണ്ടാവും, ഇവിടെ എന്തായിരിക്കും? ഹിസ്റ്റഡീൻ, ഹിസ്റ്റഡീൻ, ഹിസ്റ്റഡീൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കാർബോണിക് എൻഹൈഡ്രേസിൻ്റെ സ്ട്രക്ചർ. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, ഈ സ്ട്രക്ചറൊക്കെ അറിയണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്, ദാറ്റ് ഈസ് ZN2+. ഓക്കെ, ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഹൈഡ്രോളിസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? യെസ്, കാർബോണിക് ആസിഡ് ആവും. ബാക്ക് ആൻഡ് ഫോർത്ത് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഹൈഡ്രോളിസിസ്, കാർബോണിക് ആസിഡിൻ്റെ ഡീഹൈഡ്രേഷൻ, എന്ത് കിട്ടും നമുക്ക്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കാർബോണിക് എൻഹൈഡ്രേസ്. മെറ്റൽ പ്രസൻറ്റ് ഇസ് സിങ്ക്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 3 ഹിസ്റ്റഡീൻ യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടെ, ഹിസ്റ്റഡീൻ്റെ കണക്റ്റിംഗ് ആറ്റംസ് എന്താണ്? നൈട്രജൻ ആണ്. ഹിസ്റ്റഡീൻ്റെ കണക്റ്റിംഗ് ആറ്റം നൈട്രജൻ ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കുക. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയാണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സിങ്ക് ഇൻ കാർബോണിക് എൻഹൈഡ്രേസ് ഈസ് കോർഡിനേറ്റഡ് ബൈ 3 histidine and 1 water molecule. The reaction of CO2 with this enzyme is an example of. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോഫിലിക്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ന്യൂക്ലിയോഫിലിക് അഡിഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ. അപ്പോൾ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ZN ഉണ്ടാവും. ZN, ഹിസ്റ്റഡീൻ, ഹിസ്റ്റഡീൻ, ഹിസ്റ്റഡീൻ ഇവിടെ ഉണ്ടാകും. ആൻഡ് വി ഹാവ് വാട്ടർ ആസ് വെൽ. നോക്കൂ, വാട്ടർ എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ വാലൻസി എത്രയാണ്? ഓക്സിജൻ്റെ വാലൻസി എന്ന് പറയുന്നത്
2 ഇവിടെ എന്തുണ്ട്? 3 വാലൻസി ഉണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ എന്ത് നടക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഡീപ്രോട്ടോണേഷൻ നടക്കും. ഇവിടെ ആദ്യം ഡീപ്രോട്ടോണേഷൻ, ഇതും ചോദിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡീപ്രോട്ടോണേഷൻ നടക്കും. എന്നിട്ട് ഇറ്റ് വിൽ ഫോം സംതിങ് ലൈക്ക് ദിസ് ZnOH with an hydroxyl group. ഓക്കെ, ഹിസ്റ്റഡീൻ ഹിസ്റ്റഡീൻ ഹിസ്റ്റഡീൻ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? യെസ്, അടുത്ത സ്റ്റെപ്പിലാണ് CO2 വരുന്നത്. CO2. ഇനി ഇവിടെ നിന്ന് ഈ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യുന്നു? ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ബേസിക്കലി ദ ആൻസർ ഈസ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ഓക്കെ, ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആണ്. അതായത് സിംപ്ലി ഇത് കൂടെ ഞാൻ കാണിച്ചു തരാം ഇവരുടെ മെക്കാനിസം. ഓക്കെ, സിങ്ക് ഹിസ്റ്റഡീൻ 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 എന്ത് വരും? O ഉണ്ടാകും, അതേപോലെ OH. ദെൻ വി ഹാവ് വോട്ട് ഇവിടെ C ഡബിൾ ബോണ്ട് O മൈനസ് ഉണ്ടാവും. ഈ O മൈനസ് എന്ത് ചെയ്യും? യെസ്, ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ വരും. ഇനി അടുത്ത എന്തായിരിക്കും? ഇവിടെ നിന്ന് HCO3 മൈനസ് ആയിട്ട് ഇവരെന്ത് ചെയ്യും? എലിമിനേറ്റ് ആകും. ദി എലിമിനേറ്റ് ആസ് വോട്ട്? HCO3 മൈനസ്. ഇനി പിന്നെ ഈ H+ പിടിച്ചുകൊണ്ട് അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്യും? യെസ്, ദ വിൽ ഫോം H2CO3 ആസ് വെൽ. സോ ഇത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മേ ബി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? The reaction of carbon dioxide with the enzyme is an example of nucleophilic addition reaction. Option C. Now, question number 15. The metal present in carboxypeptidase. Again, നോക്കൂ, കാർബോക്സിപെപ്റ്റൈഡേസ് ആണ്, സിങ്ക് ആണ്. അപ്പോൾ കാർബോണിക് എൻഹൈഡ്രേസ് എന്താണ്? സിങ്ക് ആണ്. കാർബോക്സി പെപ്റ്റിഡേസും സിങ്ക് ആണ്. ഇനി ഇവരുടെ ഫംഗ്ഷൻ നിങ്ങൾ ആലോചിച്ച് വെക്കണം, വെറുതെ പഠിച്ചാൽ പോരാ. ഫംഗ്ഷൻ എന്താണ്? ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് ഫ്രം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഫ്രം C ടെർമിനൽ. C ടെർമിനൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് അവർ അങ്ങനെയും ചോദിക്കാം. ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് ഫ്രം N ടെർമിനലും ചോദിക്കാം. അപ്പോൾ എന്താണ് C ടെർം? എന്താണ് പെപ്റ്റൈഡ് ബോണ്ട്? നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അമിനോ ആസിഡ് ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ബോണ്ടിനെയാണ്, CONH ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16. ദി ഹൈഡ്രോക്സിലേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ് ബൈ പ്ലാന്റ്സ് ആൻഡ് animals is done by the molecule. ഹൈഡ്രോക്സിലേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ. നോക്കൂ, ഹൈഡ്രോക്സിലേഷൻ എപ്പോഴും ആലോചിച്ചോളെ. ഹൈഡ്രോക്സിലേഷൻ ആരാണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. ദാ ലെറ്റ്സ് സേ ഞാനിവിടെ CR1 R2 R3 ഇവിടെ എന്ത് ചെയ്യുന്നു? H ഉണ്ടെന്ന് വിചാരിക്കൂ. ഇവിടെ നമ്മൾ സൈറ്റോക്രോം P450 സൈറ്റോക്രോം P450 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഈ CH ബോണ്ടിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യപ്പെടും. ഓക്സിജൻ എന്ത് ചെയ്യപ്പെടും? ഇൻസേർട്ട് ചെയ്യപ്പെടും. ഓക്സിജൻ ഇൻസേർട്ട് ബിറ്റ്വീൻ CH ബോണ്ട്. താരാ ചെയ്യുന്നത്? ഹൈഡ്രോക്സിലേഷൻ. ഇവരാണ് സൈറ്റോക്രോം P450 ആണ്. ഓക്സിജൻ മോളിക്യൂളിൻ്റെ ബ്രേക്ക് ഡൗൺ നടന്നുകൊണ്ട് എന്ത് ചെയ്യും? ഓക്സിജനെ ഇൻസേർട്ട് ചെയ്യും CH ബോണ്ടിൽ. ദാറ്റ് ഈസ് സൈറ്റോക്രോം P450. ഓക്കെ, നൗ question number 17. The metal atom present in nitrogenase enzyme. Again ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ ഫിക്സേഷനുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. നോക്കൂ, നൈട്രജൻ ഫിക്സേഷൻ എന്താണ്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ബേസിക്കലി എന്ത്? നൈട്രജൻ ഫിക്സേഷൻ. നമുക്കൊക്കെ അറിയാം, +2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആർക്കെ ബാക്ടീരിയ അല്ലേ, അവിടെയുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ മെറ്റൽ ആറ്റം പ്രസൻറ്റ് ഇൻ നൈട്രോജനേസ് എൻസൈം എന്താണ്? Feയും മോളിബ്ഡിനമാണ്. അയേൺ ആൻഡ് മോളിബ്ഡിനം ആലോചിച്ച് വെക്കുക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 18. മെറ്റലോ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദ റിമൂവൽ ഓഫ് H2O2 ഏതാണ്? യെസ്, ദാറ്റ് ഈസ് പെറോക്സിഡേസും കാറ്റലൈസുമാണ്. പെറോക്സിഡേസും കാറ്റലൈസും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 19. എ നോൺ ഹീം, അതായത് ഹീം ഉണ്ടാകരുത്, ഹീം യൂണിറ്റ് പ്രസൻ്റ് ആയിരിക്കരുത്. Fe കണ്ടെയ്നിങ് പ്രോട്ടീൻ. പക്ഷേ Fe എന്തായിരിക്കണം? കണ്ടെയ്ൻ ചെയ്തിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾ നോക്കിയേ, ഇവിടെ ഹീമോസയാനിലും ഹീം എറിത്രിനിലും എന്ത് വേർഡ് ഉണ്ട്? ഹീം വേർഡ് ഉണ്ട് അല്ലേ? പക്ഷേ നോക്കിക്കോളെ, ഹീമോസയാനിൻ, ഹീം എറിത്രിൻ
ഇവരിൽ രണ്ടുപേരും എന്തുണ്ട്, ഹീം വേർഡ് ഉണ്ട്, പക്ഷേ ഇവരിൽ എന്തില്ല, ഹീം യൂണിറ്റ് എന്തില്ല, പ്രസന്റ് അല്ല. രസമാണ് അല്ലേ? ഇനി ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും പറയുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഹീം യൂണിറ്റ് പ്രസന്റ് ആണ്, ഹീം യൂണിറ്റ് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തും ഉണ്ടാവും, യെസ്, എഫിയും ഉണ്ടാവും, എഫിയും പ്രസന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവരിൽ രണ്ടുപേരും ഹീമോസയാനിലും ഹീമോ എർത്രലിലും എന്തില്ല, ഹീം യൂണിറ്റ് ഇല്ല. പക്ഷേ ഹീമോസയാനിൽ രസമാണ് കേട്ടോ, ഹീമോസയാനിൽ ഹീമോ ഇല്ല, അതേപോലെ സയനൈഡ് ഗ്രൂപ്പും ഇല്ല. അതായത് നെയിമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സയനൈഡ് ഗ്രൂപ്പും ഇല്ല. ഇവിടെ ഉള്ള മെറ്റൽ എന്ന് പറഞ്ഞാൽ CU ആണ്. എന്താണ്? CU ആണ്. പക്ഷേ നമ്മുടെ ഹീം എറിത്രിനിൽ നമ്മുടെ ഹീം യൂണിറ്റ് ഇല്ല, പക്ഷേ എന്തുണ്ട്, നമ്മുടെ അയേൺ ഉണ്ട്, 2 Fe ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, യെസ്, ഹീം എറിത്രിൻ ആയിരിക്കും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 20. In biological system, the metal ion involved in dioxygen transport beside Fe എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്, കോപ്പർ ആണ് കേട്ടോ, CU ആണ്. അതായത് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഹീമോസയാനിനാണ്. ഏതാണ്? ഹീമോസയാനിൻ എന്താണ്, ഹെൽപ്സ് ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട്, ഹെൽപ്സ് ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട്, ഹെൽപ്സ് ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഹീമോസയാനിനിൽ എന്ത് മെറ്റലാണ് ഉള്ളത് എന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, വിച്ച് ഇസ് CU ആണ് കേട്ടോ, കോപ്പർ. നൗ 21. ദ റിവേഴ്സിബിൾ കോർഡിനേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. നോക്കൂ, ദ റിവേഴ്സിബിൾ കോർഡിനേഷൻ ഓഫ് ഓക്സിജൻ ബിറ്റ്വീൻ മെറ്റൽ ആറ്റംസ് ഒക്കേഴ്സ് ഇൻ ബ്രിഡ്ജിങ് ഡൈഹാപ്റ്റോ മാനർ μN2 ഈ രീതിയിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഹീമോസയാനിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോക്കൂ, ഇതാണ് നമ്മുടെ ഹീമോസയാനിൻ്റെ സ്ട്രക്ചർ. ഹിസ്റ്റഡീൻ, CU1, ഹിസ്റ്റഡീൻ. ഓക്കെ, CU1 എന്താണ്, ഹിസ്റ്റഡീൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹീമോസയാനിൻ. ഇനി ഇവിടെ ഓക്സി ഹീമോസയാനിൻ വരികയാണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ഇങ്ങനെയായിരിക്കും നമ്മുടെ കണക്ഷൻസ് വരിക. ഓക്കെ, ആൻഡ് ദിസ് ബിക്കംസ് CU2. ഓക്കെ, ഈ ലിങ്കിങ്ങിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്, ഈ μ-η2 എന്ന് നിങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ദിസ് ഈസ് ഓക്സി ഹീമോസയാനിൻ, ഓപ്ഷൻ A. ഓൾ റൈറ്റ്, നമ്മളൊരു 21 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന്. സെഷൻ തീർന്നിട്ടില്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കൂ, ഹീമോഗ്ലോബിനെ പറ്റി നമ്മൾ സംസാരിച്ചു, മയോഗ്ലോബിനെ പറ്റി സംസാരിച്ചു, മെറ്റലോ എൻസൈംസിനെ പറ്റി നമ്മൾ സംസാരിച്ചു, അതേപോലെ ഹീമെറിത്രിൻ, അതേപോലെ ഹീമോസയാനിൻ, ഇവരെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സംസാരിച്ചു കഴിഞ്ഞു. ഇവരിൽ നിന്നൊക്കെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റംസ് ആണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റംസ് നോക്കാം നമുക്ക്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റംസ് നോക്കൂ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ നോക്കൂ, ഇൻ ബയോളജി അയോൺ സൾഫർ പ്രോട്ടീൻസ് ആർ ഇൻവോൾവ് ഇൻ. നോക്കൂ, അയേൺ സൾഫർ പ്രോട്ടീൻ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ദാറ്റ് ഈസ് വാട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റംസ്. ദേ ആർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റംസ്. ഈ FES സിസ്റ്റം തന്നെ നമുക്ക് പല രീതിയിലുണ്ട്. ഐ മീൻ റുബഡോക്സിനും നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും, റുബഡോക്സിനും അതേപോലെ ഫെറിഡോക്സിനും നമ്മൾ ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു. റുബഡോക്സിനും ഫെറിഡോക്സിനും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫെറിഡോക്സിൻ കണ്ടെയ്ൻസ്. ഇതേപോലെ ഈ കാര്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഒരു മാർക്ക് കിട്ടി അല്ലേ? അല്ലെങ്കിൽ നിങ്ങളിത് വെറുതെ വിട്ട് കളയേണ്ട വരും. ഓക്കെ, ഫെറിഡോക്സിൻ കണ്ടെയ്ൻസ് എന്താണ്, FES ക്ലസ്റ്റേഴ്സ് ആണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 24. Which of the following iron complex is involved in electron transfer in plants and bacteria? Again, നിങ്ങൾ നോക്കിയേ, ഫെറിഡോക്സിൻ. ഓപ്ഷൻ എന്തായിരിക്കും, ഫെറിഡോക്സിൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. Again, this is important, guys. ടോട്ടൽ നമ്പർ ഓഫ് ലബൈൽ സൾഫർ ഇൻ റുബഡോക്സിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇത് നമുക്ക് മനസ്സിലാക്കണം. ആദ്യം നമുക്ക് എന്താണ് ലബൈൽ സൾഫർ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. നോക്കൂ, ഈ റുബഡോക്സിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി FeS0 എന്നുള്ള രീതിയിലായിരിക്കും. നോക്കൂ, ഇവിടെ ഈ സീറോ ആണ്, ലെറ്റ്സ് സേ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, FeXSY.
എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് എഫ് ഇ ആണ്, വൈ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ലബൈൽ സൾഫറാണ്. ലബൈൽ സൾഫറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി എത്രയാണ്? 0 ആണ് അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് ലബൈൽ സൾഫർ. പക്ഷേ നിങ്ങളോട് അടുത്ത ചോദ്യം കാര്യങ്ങൾ മനസ്സിലാക്കണം. ലബൈൽ സൾഫർ എത്രയാണ്? 0 ആണ്. റോബോഡോക്സിൻ FeS0 ആണ് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. ഓക്കെ, പക്ഷേ അടുത്ത ചോദ്യം നോക്കിയേ. നിങ്ങളോട് എന്താ ചോദിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് നോൺ ലബൈൽ സൾഫർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ലബൈൽ സൾഫർ എന്താണ്, നോൺ ലബൈൽ സൾഫർ എന്താണ് എന്നുള്ളത് അറിയണം. ലബൈൽ സൾഫർ ആൻഡ് നോൺ ലബൈൽ സൾഫർ. ഓക്കെ, അതായത് ലെറ്റ്സ് സേ ഈ സൾഫർ രണ്ട് മെറ്റലിൻ്റെ ഇടയിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ വിളിക്കും ലബൈൽ സൾഫർ അല്ലെങ്കിൽ ഇനോർഗാനിക് സൾഫർ. ഇനോർഗാനിക് സൾഫർ. ഇനി ഒരു സൾഫർ ഒരു മെറ്റലും അല്ലെങ്കിൽ കാർബണോ അല്ലെങ്കിൽ ഹൈഡ്രജനോ ഉള്ളതെങ്കിൽ നമ്മൾ വിളിക്കും നോൺ ലബൈൽ സൾഫർ അല്ലെങ്കിൽ ഓർഗാനിക് സൾഫർ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Fe2S2 ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ, ഞാൻ ഇവിടെ ചോദിക്കുകയാണ് നോൺ ലബൈൽ സൾഫർ. നോൺ ലബൈൽ സൾഫർ ആണ്. ലബൈൽ സൾഫർ നിങ്ങൾ പെട്ടെന്ന് ആൻസർ എഴുതി, FeS0 0 ആണ്. പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണ് നോൺ ലബൈൽ സൾഫർ എത്രയാണ്? അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമുക്ക് കാര്യങ്ങൾ അറിയണം. ഓക്കെ, FeS0 സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, Fe എന്താണ്? ടെട്രാഹിഡ്രൽ എൻവയോൺമെൻറ്റിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണം. നോക്കൂ, അപ്പോൾ റോബോഡോക്സിനിൽ ഇങ്ങനെയായിരിക്കും, Fe സിസ്റ്റീൻ, സിസ്റ്റീൻ ആൻഡ് ദെൻ സിസ്റ്റീൻ ആൻഡ് സിസ്റ്റീൻ ആസ് വെൽ. നോക്കൂ, എന്താണ് ഈ സിസ്റ്റീൻ? സിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഒരു അമിനോ ആസിഡാണ്. നമ്മുടെ അമിനോ ആസിഡിൻ്റെ ഫോമുല ഇങ്ങനെയല്ലേ, COH, NH2, we have a hydrogen over here, and then we have what? CH2 and SH. CH2 and SH. അതായത് ഇവിടെയുള്ള കണക്റ്റിംഗ് ആറ്റം എന്താണ്? സൾഫറാണ്. ഇവിടെയുള്ള സിസ്റ്റീനിൻ്റെ കണക്റ്റിംഗ് ആറ്റം എന്താണ്? സൾഫറാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ നോക്കിയേ, ഈ സൾഫർ ഒരാളെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? മെറ്റലിൻ്റെ കൂടെയാണ്. അടുത്തത് എന്താണ്? കാർബണാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, ഇത് ലബൈലാണോ നോൺ ലബൈലാണോ? യെസ്, ദിസ് ഇസ് നോൺ ലബൈലാണ് അല്ലേ. നമ്മൾ ലബൈലും നോൺ ലബൈലും ഇപ്പോൾ പറഞ്ഞു. രണ്ടും മെറ്റലിൻ്റെ ഇടയ്ക്കാണ് സൾഫർ ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ലബൈൽ. ഒരു മെറ്റലും ഒരു കാർബണും ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നോൺ ലബൈൽ എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ പറയൂ, ഇവിടെ നിന്ന് നോൺ ലബൈൽ എത്രയുണ്ട്? യെസ്, 1 2 3 ആൻഡ് ദെൻ വോട്ട് 4. അപ്പോൾ നോൺ ലബൈൽ സൾഫർ എത്രയാണ്? 4 ആണ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. യെസ്, ദിസ് ഇസ് 4. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കണ്ടോ, Fe ഉള്ളത് എന്താണ്? ടെട്രാഹിഡ്രൽ എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് നോൺ ലബൈൽ സൾഫർ ഇൻ Fe2S2. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ Fe2S2 ഇതാണ് Fe. രണ്ട് Fe ഉണ്ട്. അപ്പോൾ ദാ S. ഓക്കെ, Fe2S2 ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ദിസ് ഇസ് ദി ലബൈൽ സൾഫർ ആണ്. ലബൈൽ സൾഫർ അല്ല ചോദിച്ചിരിക്കുന്നത്. ലബൈൽ സൾഫർ എത്രയാണ്? 2 ആണ്. ഇനി നോൺ ലബൈൽ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, Fe എന്താണ്? ടെട്രാഹിഡ്രൽ എൻവയോൺമെൻറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? യെസ്, ഇവിടെ 2 എണ്ണമായി. അങ്ങനെയാണെങ്കിൽ സിസ്റ്റീൻ. ഇവിടെയും എന്തായിരിക്കും? സിസ്റ്റീൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടായി? യെസ്, നോൺ ലബൈൽ എന്ന് പറയുന്നത് 1. ഇത് സിസ്റ്റീനിൻ്റെ കണക്ഷൻസ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരുന്നു. ഇതെന്താണ്? സിസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു നോൺ ലബൈൽ സൾഫറിന് എക്സാമ്പിൾ ആയിരിക്കും. അപ്പോൾ 1 2 3 ആൻഡ് ദെൻ വോട്ട് 4. ദിസ് ഇസ് നോൺ ലബൈൽ സൾഫർ എത്രയാണ്? 4. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്? അടുത്ത ചോദ്യം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, റിസ്കി പ്രോട്ടീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്കി പ്രോട്ടീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്, അതിൻ്റെ ഫോമുലയാണ് ചോദിച്ചിരിക്കുന്നത്. Fe2S2 പോലെ തന്നെയാണ്. നോക്കൂ, ഇങ്ങനെയായിരിക്കും. നോക്കിക്കോളെ, FeS Fe2S2. ഇനി എന്തായിരിക്കും? സിസ്റ്റീൻ. നേരത്തെ കണ്ടതുപോലെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താവും? ഇതൊക്കെ നിങ്ങൾക്ക് എന്താവും? ഹാൻഡി ആവും. ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഉള്ളത് എന്തായിരിക്കും? ഹിസ്റ്റഡീൻ ആയിരിക്കും. അമിനോ ആസിഡ് എന്താണ്? ഹിസ്റ്റഡീൻ ആണ്.
ഹിസ്റ്റഡീൻ്റെ കണക്ഷൻ ആറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക കേട്ടോ. നൈട്രജൻ, സിസ്റ്റീൻ എന്താണ്? യെസ്, സൾഫർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, ലബൈൽ സൾഫർ എത്രയാണ് റിസ്കി പ്രോട്ടീനിൽ? 2 അല്ലേ? നോൺ ലബൈൽ സൾഫർ എത്രയാണ്? നോൺ ലബൈൽ സൾഫർ എത്രയാണ്? 2 അല്ലേ? കാരണം ഇവിടെ ഇപ്പോൾ ഹിസ്റ്റഡീനാണുള്ളത്, അവിടെ സൾഫർ ഇല്ല. യെസ്, അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? Fe2S2 സിസ്റ്റീൻ ട്വൈസ്, ഹിസ്റ്റഡീൻ ട്വൈസ്. യെസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 28, നൈട്രജൻ ഫിക്സേഷൻ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു നൈട്രോജനീസ് എൻസൈമിൻ്റെ കാര്യം അല്ലേ? Feയും മോളിബ്ഡിനും ഒക്കെ കാറ്റലിസ്റ്റിൽ മെറ്റൽ പ്രസൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി എന്താണ് ഇവിടെ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും നൈട്രജൻ ഫിക്സേഷൻ്റെ. നോക്കൂ, ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. N2 + 8H + 8 ഇലക്ട്രോൺ + 16 ATP gives എന്താണ്? യെസ്, NH3 നൈട്രജൻ എന്താവുന്നു? NH3 ആയിട്ട് കൺവേർട്ട് ആവുന്നു. വിൽ ഹാവ് ഹൈഡ്രജൻ പ്ലസ് വിൽ ഹാവ് ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫർ. ഓക്കെ, അതായത് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ പ്രോസസ് ഇൻവോൾവ്സ് എത്ര ഇലക്ട്രോൺ എന്നാണ്? എത്ര ഇലക്ട്രോൺ ആണ്? 8 ഇലക്ട്രോൺ ആണ്. ഓപ്ഷൻ ഡി. നൈട്രജൻ ഫിക്സേഷൻ ഇൻവോൾവ്സ് 8 ഇലക്ട്രോൺസ്. Now, question number 29. Okay, the number of ATP molecules used by nature to convert N2 molecule to ammonia എത്രയാണ്? നോക്കിയേ നിങ്ങൾ. യെസ്, 16 ATP എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? 16 ATP is converted to 16 ADP. എന്തായിരിക്കും? ഓപ്ഷൻ ഡി. 29D. Okay, now 30. Nitrogenase catalyzes the reduction of N2 and NH3, which is coupled to hydrolysis of how many molecule of ATP? Again, വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് അല്ലേ? 16 എന്താണ്? 30 എന്താണ്? 16. Now 31. DNA-യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ആർ ദ ഫോളോയിങ് ആർ ദ 4 bases present in RNA? DNA-യിൽ ഏതാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA-ലേക്ക് വരുമ്പോൾ തൈമിൻ ഉണ്ടാവത്തില്ല, യുറാസിലായിരിക്കും അല്ലേ? അപ്പോൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. ഓപ്ഷൻ സി. 32. In DNA, nucleoside units are linked together by phosphodiester bonds. Question number 33. The metal ion, this is important. Okay, the metal ion which plays a crucial role in transferring information from gene by enabling the proteins to recognize and binds precise sequence of DNA pairs. ഇതിൻ്റെ ആരാണ്? സിങ്ക് 2+ ആണ്, Zn ആണ്. ഓക്കെ, എന്താണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഏത് മെറ്റൽ അയോൺസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആരാണ്? സിങ്ക് ആണ്. ആലോചിച്ച് വെക്കുക. മിക്കവാറും പിള്ളേർ MG ഒക്കെ എഴുതുന്നത് കാണാം, ബട്ട് ഇറ്റ് ഈസ് സിങ്ക്. Now 34. തൈമിൻ എപ്പോഴും ചോദിക്കുന്നതാണ്. തൈമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, സിമിലർ സ്ട്രക്ചർ ആണ് യുറാസിലുമായിട്ട്, പക്ഷെ എന്തായിരിക്കും? യെസ്, ദിസ് വിൽ ബി 5-methyl uracil. 5th പൊസിഷനിൽ ഒരു മീത്തൈൽ ഉണ്ടാവും, ദാറ്റ് ഈസ് 5-methyl uracil. 35. എക്സസ് ഓഫ് സോഡിയം ഇൻ അവർ ബോഡി കോസസ് എന്താണ്? ഹൈ ബ്ലഡ് പ്രഷർ. സോഡിയം പൊട്ടാഷ്യം പമ്പുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. സോഡിയം അയോൺ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഹൈ ബ്ലഡ് പ്രഷർ കോസ് ചെയ്യും. യെസ്. 36. എത്രയോ പ്രാവശ്യം നമ്മൾ സോഡിയം പൊട്ടാഷ്യം പമ്പിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. സോഡിയം ടു പൊട്ടാഷ്യം റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 2 പൊട്ടാഷ്യം ഉള്ളിലേക്ക് വരുമ്പോൾ 3 പൊട്ടാഷ്യം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. റേഷ്യോ എന്താണ്? 3:2. ആൻഡ് ഫൈനലി ക്വസ്റ്റ്യൻ നമ്പർ 37. സോഡിയം പൊട്ടാഷ്യം പമ്പ് ഈസ് റെഗുലേറ്റഡ് ബൈ ദി എൻസൈം. ഇവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സോഡിയം പൊട്ടാഷ്യം അഡിനോസിൻ ട്രൈഫോസ്ഫറ്റേസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ട്രൈഫോസ്ഫേറ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ദിസ് വിൽ ബി ഡൈഫോസ്ഫേറ്റേസ് ആണോ അല്ലെങ്കിൽ ഡൈഫോസ്ഫേറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് കേട്ടോ. സോഡിയം പൊട്ടാഷ്യം അഡിനോസിൻ ട്രൈഫോസ്ഫറ്റേസ് ആണ് കേട്ടോ. ട്രൈഫോസ്ഫറ്റേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി സോൾവ് ചെയ്യുക. റാദർ ദാൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാതിരിക്കുക. ബൈഹാർട്ട് ചെയ്താൽ കാര്യങ്ങൾ മറന്നു പോകും. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.